ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടാന്നുള്ള കാര്യം എല്ലാ സ്റ്റുഡൻസിൻ്റെ ഒരു ഡ്രീം ആയിരിക്കും അല്ലേ? അങ്ങനെയുള്ള സ്റ്റുഡൻസിന് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. തുടക്കം മുതൽ അവസാനം വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഫുൾ എ പ്ലസ് കിട്ടുന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? 2026 സിലബസ് മാറിയത് കൊണ്ട് തന്നെ അതിൻ്റെതായ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ഈ 3 വിഷയങ്ങൾ 80 മാർക്കിനാണ് എക്സാമിന് ഉണ്ടായിരിക്കുക. മാക്സിമം സ്കോർ 80 ആണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ കൂട്ടിയിട്ട് ഒരു 110 110 സ്കോർ എക്സ്ട്രാ ക്വസ്റ്റ്യൻസിന് കൂട്ടിയിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സയൻസ്, ലാംഗ്വേജസ് എന്നീ വിഷയങ്ങൾ 40 മാർക്കിനായിരിക്കും ചോദിക്കുക. 15 മാർക്സ് വരെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 40 ആയിരിക്കും. ഇനി നമുക്ക് ഓരോ വിഷയവും എങ്ങനെയൊക്കെ പഠിക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. എല്ലാവരും കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. സിലബസ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പഠിക്കാൻ മീൻസ് വായിച്ച് പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സും സ്കൂളിൽ എടുക്കുന്ന അന്ന് തന്നെ വീട്ടിൽ വന്നിട്ട് ചാപ്റ്റർ വായിച്ച് നോക്കുക. എന്നിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എക്സാമിന് സമയം നമ്മുടെ മനസ്സിൽ എന്താണെന്ന് ആ ചാപ്റ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെ വരുമ്പം അതിലെ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് വായിച്ച് നോക്കേണ്ട കാര്യവും പിന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഇംഗ്ലീഷിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് അതിൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. എത്ര നമ്മൾ ഡിസ്കോഴ്സ് വാങ്ങിയാൽ പോലും ഗ്രാമറിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ തെറ്റിയാൽ തന്നെ നിങ്ങളുടെ A+ അത് വലിയ ഭീഷണിയായിട്ട് മാറും. ഏകദേശം 8 മുതൽ 10 മാർക്ക് വരെ ആയിരിക്കും നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രാമറിൽ വലിയ ഇമ്പോർട്ടൻസ് തന്നെയുണ്ട്. ഗ്രാമറിൽ ശ്രദ്ധിക്കാൻ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക ആൻഡ് ടെക്സ്റ്റ് നല്ലോണം വായിക്കുക. കോൺവെർസേഷൻ, കോംപ്ലക്ഷൻ, എഡിറ്റിംഗ് ഇതിനൊക്കെ ആൻസർ ചെയ്യണമെങ്കിൽ ടെക്സ്റ്റിൻ്റെ ലൈൻസ്, അതായത് ഓരോ ചാപ്റ്ററിൻ്റെ ഓരോ ലൈൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ചൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. കഥ മനസ്സിലായി കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതിന് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഗ്രാമർ ക്വസ്റ്റ്യൻസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വിഷയമാണ് മലയാളം എന്ന് പറയുന്നത്. മലയാളത്തിൽ ടെക്സ്റ്റ് നല്ല രീതിയിൽ വായിച്ചിരിക്കുക. അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ്. ആ ചാപ്റ്റർ സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് നോക്കുക. സ്വയം വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി സ്വന്തം രീതിയിൽ ആൻസർ ചെയ്ത് പഠിക്കുക. അടുത്ത വിഷയമാണ് ഹിന്ദി. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ലാംഗ്വേജ് സബ്ജക്റ്റാണ് ഹിന്ദി എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഹിന്ദിയിൽ A+ പോകാറുണ്ട്. A+ കിട്ടാൻ പാഠം മനസ്സിലാക്കുക, സമ്മറി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ഹിന്ദിയിലെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് മനസ്സിലാക്കി അണ്ടർലൈൻ ചെയ്ത് അതിൻ്റെ മലയാളം മീനിങ് നമുക്ക് ഹിന്ദി ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതി വെക്കുക. എന്നിട്ട് അർത്ഥം മനസ്സിലാക്കി ആ ചാപ്റ്റർ വായിച്ച് വെച്ചാൽ നമുക്ക് ഹിന്ദിയിൽ ആൻസർ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും. അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ചെറിയ ഗ്രാമറൊക്കെ ഉണ്ടാവും, അത് മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഹിന്ദി മീനിങ് അറിയാൻ നമുക്ക് വളരെ സിമ്പിളാണ്. അടുത്ത വിഷയമാണ് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയാണ് അത്യാവശ്യം പഠിക്കാനുള്ളത്. അത് വളരെ സിമ്പിളായിട്ട് പഠിക്കാനുള്ളൊരു ടിപ്പ് വേറൊരു വീഡിയോ തന്നെ നമ്മൾ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്ഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബാക്കി വരുന്നതൊക്കെ ടെക്സ്റ്റ് നന്നായി വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് അപ്പം തന്നെ മനസ്സിലാകും. പിന്നെ ലെക്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. അടുത്ത വിഷയമാണ് ഫിസിക്സ്. അതിനകത്ത് തിയറി പ്ലസ് ന്യൂമറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാം. അതിനകത്ത് തിയറി എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ള കാര്യം നോക്കാം. കാണാപ്പാഠം പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അങ്ങനെ പഠിക്കുമ്പോൾ സ്വന്തമായ ഭാഷയിൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഫിസിക്സിനകത്ത് ലോസ് ഒക്കെ പഠിക്കുമ്പോൾ ഇക്വേഷൻസ് ജസ്റ്റ് റിമൈൻഡ് ആക്കുക. അതായത് ആ ലോൻ്റെ പേരിൻ്റെ കൂടെ ഇക്വേഷൻസ് പറഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, കറണ്ടിൻ്റെ നമ്മൾ സൂചിപ്പിക്കുന്നത് I എന്ന ലെറ്ററിലാണ്. I = ചാർജ് ബൈ ടൈം. അത് നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് വരുത്താനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കം മുതൽ അങ്ങനെ പഠിച്ചു പോവുക. പിന്നെ കൂടുതലായിട്ട് മിറർ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇക്വേഷൻസ് മാറാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ പഠിക്കാം. അതിൻ്റെ ടിപ്സൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അടുത്ത വിഷയം ബയോളജിയാണ്. ബയോളജിയിൽ ഫുൾ A+ കിട്ടാൻ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാം.
അതും കാണാപ്പാടെ പഠിക്കാതെ മനസ്സിലാക്കി ടേംസ് ഒക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ബയോളജിയിൽ ഫുൾ A+ കിട്ടാൻ വളരെ സിമ്പിളാണ്. അടുത്ത വിഷയം മാത്സ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഒന്നുപോലും സ്കിപ്പ് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കുക. ഉത്തരങ്ങൾ കാണാപ്പാടെ പഠിച്ച് ആൻസർ ചെയ്യാതെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നും ഏതൊക്കെ രീതിയിലാണെന്നും മനസ്സിലാക്കി ആൻസർ ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് അത് കണ്ടെത്താൻ ചോദിച്ചിട്ടുള്ളത് ഏത് ഇക്വേഷൻ ആണെന്ന് അത് അപ്ലൈ ചെയ്യാനുള്ള കാര്യം ഫസ്റ്റ് മനസ്സിലാക്കി എടുക്കുക. എന്നിട്ട് ആൻസർ ചെയ്യുക. ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ A+ കിട്ടുമോ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് തുടക്കം മുതൽ അവസാനം വരെ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓവർ സ്ട്രെസ്സോ സ്ട്രെയിനോ കൊടുക്കേണ്ട കാര്യം ഉണ്ടായില്ല. കൺസിസ്റ്റൻസിയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ജനുവരിയിൽ പഠിക്കാൻ തുടങ്ങിയാൽ എനിക്ക് മാർക്ക് കിട്ടില്ലേ, എനിക്ക് ഫുൾ A+ കിട്ടില്ലേ, ഇങ്ങനെ ചോദിക്കുന്നവരോട് ജനുവരിയിൽ നിങ്ങൾ ഫുൾ A+ന് വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിൻ എടുക്കേണ്ട സമയം കൂടും. അതുപോലെ തന്നെ സിലബസ് വളരെ ടഫായിട്ട് തോന്നാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പം മുതൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ഒക്കെ സ്ട്രെയിൻ കുറച്ച് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ കരസ്ഥമാക്കാൻ പറ്റും തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇത് കാണണമെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു.